ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും പുതിയൊരു ആക്ടിലേക്ക് നമുക്ക് കടക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985. രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് ഭാഗമാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആക്ട് ആണ്, കമ്പാരറ്റീവ്ലി ലെങ്തി ആണ്. പക്ഷേ അങ്ങനെ ഭയങ്കര പാടുള്ള ആക്ട് ഒന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആക്ട് തന്നെയാണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ആക്ടും കൂടെയാണ്. അതേപോലെ തന്നെ കുറച്ച് കേസൊക്കെ ഉണ്ട്, ചന്ദ്രകുമാർ കേസൊക്കെ. ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പോൾ പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷം സ്ഥിരമായി ചോദിക്കുന്നൊക്കെ ഉണ്ട് അത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കേസ്, അതേപോലെ തന്നെ നമുക്ക് ഈ ആക്ടിന്റെ അകത്തുള്ള സെക്ഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1985 13ാമത്തെ നമ്പറാണ് ഈ ഒരു ആക്ടിന്റെ നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ഇപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ KAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വഞ്ചൂരിൽ ഇരിക്കുന്നതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ എന്താണ് ഈ ഒരു ട്രൈബ്യൂണൽ, അല്ലെങ്കിൽ ഒരു സാധാരണ കോടതിയിൽ നിന്ന് എന്താണ് നമ്മുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കുവാണെങ്കിൽ, ഏകദേശം കോടതി പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. പക്ഷേ കുറെ കൂടെ ഫാസ്റ്റ് ആണ്. ഇപ്പൊ സാധാരണക്കാരന്റെ കണ്ണിൽ നിന്ന് നമ്മൾ നോക്കുവാണ് എങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി, PSC ഉദ്യോഗാർത്ഥി എന്നുള്ള ഒരു കണ്ണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഒരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പോരായ്മ PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരിക്കലും ഹൈക്കോർട്ടിലായിരിക്കത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഹൈക്കോർട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഫൈനൽ വേർഡിക്റ്റ് കിട്ടാൻ കുറേ അധികം സമയമെടുക്കും. ഈവൻ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വരെയൊക്കെ എടുക്കാറുണ്ട് ഒരു കോടതിയിൽ, മേൽക്കോടതിയിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ. പക്ഷേ ട്രൈബ്യൂണലിലേക്കാണ് നമ്മൾ ഈ ഒരു കംപ്ലൈന്റും കൊണ്ട് ചെന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വേർഡിക്റ്റ് നമുക്ക് ലഭിക്കും. അപ്പൊ പൊതുവെ PSCയുമായി ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഓടിച്ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നത് ട്രിബ്യൂണലിലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കാറ്റിലാണ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ വിധികളാണ് അവിടെ നിന്ന് വരാറുള്ളത്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് PSC സ്റ്റേ മേടിക്കാറുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ നാളെ സർവീസിൽ കയറുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇപ്പൊ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. അത് മാത്രമല്ല, ഈ സർവീസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ പലപ്പോഴും ചിലപ്പോൾ ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത ആൾക്കാരെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആവുന്നതിന് മുൻപേ സ്ഥലം മാറ്റാറുണ്ട്. ഒരു പെർട്ടിക്കുലർ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ 2 വർഷം ഇരിക്കുന്ന 2 വർഷമാണ് ഒരാളെ ഇരുത്തേണ്ടത്. പക്ഷെ അതിന് മുന്നേ തന്നെ ചിലപ്പോൾ സ്ഥലം മാറ്റാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചട്ടലംഘനങ്ങൾക്കെതിരെയും സർവീസിലുള്ള ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കുന്നത് ട്രൈബ്യൂണൽസിലാണ്. നിങ്ങൾ തന്നെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിലേക്ക്, അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും അതേപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ സിവിൽ സർവൻസ് തന്നെ, നമ്മുടെ IAS IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഗവൺമെന്റിനെതിരെയൊക്കെയുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരിയേറെ അങ്ങനെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എന്താണ് കാര്യം, എന്താണ് ട്രൈബ്യൂണൽ എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും. കോടതി പോലെയൊക്കെ തന്നെ വർക്ക് ചെയ്യാണ്. പക്ഷെ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വേർഡിക്റ്റിനെയും കാട്ടി ഫാസ്റ്റ് ആയിട്ട് ഒരു വേർഡിക്റ്റ് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ട്രൈബ്യൂണൽ. കുറെ കൂടെ ഈസി പ്രോസസ് ആണ്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യും ഒരു വിധിയൊക്കെ മേടിച്ചെടുക്കുന്നതൊക്കെ. ഓക്കെ, നമുക്ക് ഈ ഒരു ആക്ടിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഒരു ആക്ടിന്റെ പെർസ്പെക്റ്റീവിൽ, നമ്മുടെ ആക്ടിലെ വേർഡിങ്സ് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ സേവനം ചെയ്യുന്ന, അതായത് ആ ഒരു സർവീസിലുള്ള, സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിലുള്ള ഏതൊരു വ്യക്തിയുടെ സർവീസുമായി ബന്ധപ്പെടുന്ന ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കാൻ വേണ്ടിയും, അതേപോലെ തന്നെ ഈ പറയുന്ന സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്,
ഈ പറയുന്ന സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള PSC, UPSC, ഈ പറയുന്ന മറ്റ് പബ്ലിക് സർവീസ് പല സ്റ്റേറ്റ്സിലുണ്ടല്ലോ, പല സ്റ്റേറ്റ്സിലെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസിലുള്ള ആൾക്കാരുടെ സർവീസ് സംബന്ധമായ ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കാനും റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്ഥാപനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ അങ്ങനെ ഒരു ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയുള്ള നിയമമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985. അതാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. An act to provide for the adjudication or trial by a administrative tribunal of disputes and complaints. Adjudication എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോസസ് ആണ്. ഈ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ലീഗൽ ടേം ആണ്. അതായത് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു, ആ ഒരു സ്യൂട്ടിന്റെ മുകളിൽ ഒരു ട്രയൽ നടക്കുന്നു, എവിഡൻസ് എടുക്കുന്നു, ഹിയറിങ്സ് നടത്തുന്നു, ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നു. ഈ ഒരു എൻ്റെ പ്രോസസ് ഉണ്ടല്ലോ, ഈ ഒരു എൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓർ ട്രയൽ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് കംപ്ലയിൻസ് വിത്ത് റെസ്പെക്ട് ടു റിക്രൂട്ട്മെന്റ്. ഒന്നാമത്തെ കാര്യം റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. രണ്ടാമത്തെ കാര്യം സർവീസിലുള്ള ആൾക്കാരുടെ സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് കണ്ടീഷൻസിലെ ലംഘനവുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് of persons appointed to public service and post in connection with the affairs of the union or of any state or of any local or other authority within the territory of India or under the control of government of India or any corporation. ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലും വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ വരുന്ന ബോർഡുകൾ, കമ്പനീസ്, കോർപ്പറേഷൻസ്, ഇതെല്ലാം ഇതിനകത്തൊക്കെ ഉള്ള ജീവനക്കാരുടെയും സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ് നമ്മുടെ സ്വന്തം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ആൻഡ് സൊസൈറ്റി ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പൊ ഇതിലാണെങ്കിലും ഓൺഡ് ബൈ ദ ഗവൺമെന്റ്, ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ്, എയ്ഡ് ബൈ ദ ഗവൺമെന്റ്, ഇതെല്ലാം ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാവിധ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരും ഉൾപ്പെടുന്നതാണ്. ജീവനക്കാർ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യം അതാ ഉദ്ദേശിച്ചത്. ഇൻ പെർസ്യൂവൻസ് ഓഫ് ആർട്ടിക്കിൾ 323A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 323A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതിന്റെ പാർട്ടൊക്കെ നമുക്ക് ഒന്ന് രണ്ട് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ആർട്ടിക്കിളും അതിന്റെ അടുത്തുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പറയാം. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 323A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഓർ ഇൻസിഡന്റൽ ദെയർ ടു. അപ്പൊ നമ്മുടെ ഈ ഭരണഘടനയുമായി അല്ലെങ്കിൽ ഭരണഘടനയ്ക്കകത്തുള്ള നമ്മൾ പാർട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പാർട്ട് 14 ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 14 സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ സർവീസ് ഓഫ് ദ യൂണിയൻ ആൻഡ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. സർവീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. അതായത് കേന്ദ്രത്തിന്റെയും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കീഴിലും വരുന്ന ഉദ്യോഗങ്ങൾ ആൻഡ് സ്റ്റേറ്റ്സ്. ഇതാണ് നമ്മുടെ പാർട്ട് 14 വരുന്നത്. പാർട്ട് 14. ഇനി പാർട്ട് 14A പാർട്ട് 14A ഇത് എവിടെയുണ്ട് കേട്ടോ. പാർട്ട് 14A ഇത്. ഈ പാർട്ട് 14A ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്, ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പാർട്ട് 14 റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. പാർട്ട് 14 308 തൊട്ട് ഇവിടെ എഴുതുവാണേ 308 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിൾസ് ആണുള്ളത്. 308 മുതൽ 323 വരെ ആർട്ടിക്കിൾസ് ആണ് പാർട്ട് 14 ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 315 UPSC നിങ്ങൾക്ക് അറിയാലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ സിവിൽ സർവീസ് എക്സാം ഒക്കെ നടത്തുന്ന UPSC. ഇപ്പൊ UPSC ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 315. ശരിക്കും അത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളൊരു പേരിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കിടക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നുള്ള പേരിൽ. അപ്പൊ അത് 315 ആണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാർട്ട് 14A ട്രൈബ്യൂണൽസ്, നമ്മളിപ്പോൾ പറയുന്ന കാര്യം.
അപ്പൊ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ പാർട്ട് 14A അകത്ത് അതിന് പാർട്ട് 14A അകത്ത് 2 ആർട്ടിക്കിൾസ് ആണുള്ളത്. ആ 2 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതുവാണേ. 323A അതേപോലെ തന്നെ 323B 323A 323B. ഈ 323A പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രൈബ്യൂണൽസ് ബൈ ദ പാർലമെന്റ്. ആ ഒരു കാര്യമാണ് 323A. അല്ലെങ്കിൽ പവർ ഓഫ് ദ പാർലമെന്റ്, അതാണ് എക്സാക്ട് ടേമിംഗ് ആണെങ്കിൽ ഇങ്ങനെയാണ്: പവർ ഓഫ് ദ പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് ട്രൈബ്യൂണൽസ്. പാർലമെന്റിന് ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 323A എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചോ: പവർ ഓഫ് പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് ട്രൈബ്യൂണൽസ്. ഇത് ഇതേപോലെ നിങ്ങളൊന്ന് എഴുതി വെക്കേ നോട്ടില. പവർ ഓഫ് പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് ട്രൈബ്യൂണൽസ്. ഇനി 323B ആണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. പവർ ഓഫ് പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഇങ്ങനെയാണ്. ഇനി 323Bയിലേക്ക് വരുന്ന സമയത്ത് പവർ ഓഫ് പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് അതർ ട്രൈബ്യൂണൽസ്. ഇപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അല്ലാണ്ട് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണൽസ്, ഇപ്പോൾ ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ലാൻഡ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ ഇതിലൊക്കെ ഡിസ്പ്യൂട്ട്സുകൾ ധാരാളം ഉണ്ടാവാമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലാണ്ട് മറ്റ് കാര്യങ്ങളുടെ ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ട്രൈബ്യൂണൽസിന്റെ ഫോർമേഷനുള്ള അധികാരം പാർലമെന്റിനാണ്. അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആ ഒരു അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 323B. പവർ ഓഫ് പാർലമെന്റ് ടു എസ്റ്റാബ്ലിഷ് അതർ ട്രൈബ്യൂണൽസ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് എഴുതി വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്, ദ ആക്ട് വാസ് പാസ്ഡ് ബൈ പാർലമെന്റ് in pursuance of Article 323A of the Constitution. Article 323A falls under Part 14A. 14A എന്ന് പറയുമ്പോൾ ട്രിബ്യൂണൽസ് ആണ്. അതിൽ രണ്ടേ ആർട്ടിക്കിളേ ഉള്ളൂ. ആദ്യത്തെ ആർട്ടിക്കിൾ ഫോർമേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്, രണ്ടാമത് അതർ ട്രൈബ്യൂണൽസ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഫോർ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ്. കാര്യം എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ആ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് ഓർത്ത് വെച്ചേക്കുക, അതേപോലെ തന്നെ ആർട്ടിക്കിൾസും ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഇതിന്റെ ഒരു ലെജിസ്ലേറ്റീവ് ക്രോണോളജി നമുക്ക് നോക്കാം. 1985 ആ വർഷം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985. 1985 ജനുവരി 25 ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആദ്യമായി നമ്മുടെ ഈ ഒരു നിയമം, അല്ലെങ്കിൽ നിയമം എന്ന് അപ്പൊ പറയാൻ പറ്റത്തില്ല, ഈ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് നമ്മുടെ ലോക്സഭയിൽ ഈ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1985 ജനുവരി 25. കുറച്ച് ദിവസം, അതേ മാസം തന്നെ കുറച്ച് ദിവസത്തിനപ്പുറം 29-ാം തീയതി ലോക്സഭ ഈ ഒരു ബില്ല് പാസ്സാക്കുന്നു. 29-ാം തീയതി ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. അതേ വർഷം അതേ മാസം 29-ാം തീയതി. ഓക്കെ, ഇനി 2 ദിവസത്തിനപ്പുറം 31-ാം തീയതി അതേ മാസം 31-ാം തീയതി രാജ്യസഭ പാസ്സാക്കുന്നു. തൊട്ടടുത്ത മാസം ഫെബ്രുവരി 27-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് അസെന്റ് നൽകുന്നു. 1985 ഫെബ്രുവരിയാണ്. അപ്പൊ ഈ ഒരു 1985 ജൂലൈ വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഓർത്ത് വെച്ചോളുക, അതും കൂടെ ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗെയിൽ അല്ല, ഗ്യാനി സെയിൽ സിംഗ് അദ്ദേഹമായിരുന്നു. ഓർത്ത് വെച്ചേക്കുക, ഇതൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. ഇതേപോലെ പ്രസിഡന്റ് അസെന്റ് നൽകിയ വർഷവും, അതേപോലെ തന്നെ ഇന്ന പ്രസിഡന്റ് ആണ് ഗ്യാനി ഗെയിൽ സിംഗ് ഗേവ് അസെന്റ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മുടെ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1985 ജനുവരി 25-ാം തീയതി, ലോക്സഭ പാസ്സാക്കിയത് അതേ മാസം 29-ാം തീയതി, രാജ്യസഭ പാസ്സാക്കുന്നത് 2 ദിവസത്തിനപ്പുറം ജനുവരി 31-ാം തീയതി. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായ ഗ്യാനി സെയിൽ സിംഗ് അസെന്റ് നൽകുന്നത് ഫെബ്രുവരി 27-ാം തീയതി. ഇനി അതേ വർഷം ജൂലൈ 1-ാം തീയതി നിലവിൽ വരുന്നു. അപ്പോൾ ഓർത്ത് വെച്ച് നോക്കുക, ക്രോണോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. പറയുന്ന എല്ലാ ആക്ടുകളുടെയും ഈ പറയുന്ന ക്രോണോളജി, ഇപ്പൊ രാജ്യസഭ ലോക്സഭ പാസ്സാക്കിയ, അതായത് പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ്സ്, അതേപോലെ പ്രസിഡന്റ് അസെന്റ് നൽകുന്ന ഡേറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആക്ടുകളുണ്ട്,
അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡേറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഒരു നിങ്ങൾ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യണം. ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലോ വേണ്ട, 1 മിനിറ്റ് അല്ലെങ്കിൽ എല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ തന്നെ ഒരു 5-10 മിനിറ്റ് മതി. നിങ്ങൾ എവിടെയെങ്കിലും ഒരു നോട്ടിലോ നോട്ട് പാഡിലോ എന്തിലെങ്കിലും ഒക്കെ എഴുതി വെക്കുക. കഴിയുന്നതും എന്നും കിടക്കുന്നതിന് മുന്നേ ആയിട്ടും നമ്മൾ പണ്ട് കുഞ്ഞിലേക്ക് ടേബിളൊക്കെ പഠിച്ചിട്ടില്ലേ, അതേ രീതിയിൽ തന്നെ എന്നും ആ ഒരു റിവൈസ് ചെയ്ത് പോയാൽ വളരെ എളുപ്പമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതേപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ധാരാളം ഡേറ്റ്സുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഡേറ്റ്സുകൾ കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റ്സുകളും ഒക്കെ നിങ്ങളൊരു നോട്ട് പാഡിലോ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പഠിക്കുന്ന സ്റ്റഡി റൂമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സൈഡിൽ മറ്റേ സ്റ്റിക്കി നോട്ടിലാറ്റം എഴുതി നിറയ്ക്കുക. ചെവരൊക്കെ അങ്ങ് ഒട്ടിച്ച് നിറയ്ക്കുക. എക്സാമിന് അതിന്റെ ഗുണം വരും, ഉറപ്പായും ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത് നോക്കാം. ദ ആക്ട് കണ്ടെയ്ൻസ് 37 സെക്ഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, ചില്ലറക്കാരനല്ല ഇവൻ. 37 സെക്ഷൻസ് ഉണ്ട്. അതായത് കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു ആക്ടാണ്. ലെങ്തി ആണെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. 37 സെക്ഷൻസ് ഉണ്ട്, 5 ചാപ്റ്ററുകളുണ്ട്. 5 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം, പ്രിലിമിനറി. 5ാമത്തെ ചാപ്റ്റർ മിസ്ലീനിയസ്. അത് രണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഫസ്റ്റ് ചാപ്റ്റർ 1 പ്രിലിമിനറി. ഇനി ചാപ്റ്റർ 2 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് തിയറോഫ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് തിയറോഫ്. ചാപ്റ്റർ 3 ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രിബ്യൂണൽസ്. ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രിബ്യൂണൽസ്. ഇനി ചാപ്റ്റർ 4 വരുന്ന സമയത്ത് പ്രൊസീജിയർ ആൻഡ് 5 വരുന്ന സമയത്ത് മിസ്ലീനിയസ്. ഇനി നമ്മുടെ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 3 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം തന്നെ 1986 ആദ്യത്തെ ഭേദഗതി ചെയ്തു. അടുത്ത വർഷം വീണ്ടും തൊട്ടടുത്ത വർഷം 87 രണ്ടാമതായി ഭേദഗതി ചെയ്തു. പോരാഞ്ഞിട്ട് ഒന്നുകൂടെ 2006 ഭേദഗതി ചെയ്തു. 1985 വന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 3 പ്രാവശ്യം ഭേദഗതി ചെയ്തു. 1986, 87, 2006. അപ്പൊ ഇതില് വളരെ മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞു പോവാം. ഇനി ഒബ്ജക്റ്റ്, ബെനിഫിറ്റ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അല്ലാണ്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ട്രൈബ്യൂണൽ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നീതി ലഭിക്കും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായുള്ള ഒരു വിധി 5 വർഷം കഴിഞ്ഞ് വന്നാൽ മതിയാവും. നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുക്കുന്നു, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് അതിന്റെ വിധി വന്നാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല. ഈ ഫാസ്റ്റ് ആയിട്ട് നീതി ലഭിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്ന്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ട്രിബ്യൂണൽസ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ട്രിബ്യൂണൽ ഇല്ലാന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും PSCയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതുന്ന എക്സാമിന് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ ചെന്ന് കേസ് കൊടുക്കണം, അല്ലേ? അപ്പൊ ഇതേപോലെ ധാരാളം എക്സാമുകളും ധാരാളം കാര്യങ്ങൾ ഓൾറെഡി ഹൈക്കോർട്ടിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കുമിഞ്ഞുകൂടത്തല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് പിന്നെ വിധി വരാനും അതനുസരിച്ച് ലേറ്റ് ആവും. പക്ഷെ ഈ ട്രൈബ്യൂണൽസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റോടെയുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, കോടതികളുടെ മുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറച്ചുകൂടെ കുറഞ്ഞു. അപ്പൊ അതുവഴി ആ കേസുകളും ഫാസ്റ്റ് ആയിട്ട് ട്രയൽ ചെയ്ത് ഫൈനൽ വേർഡിക്റ്റ് നൽകാനായിട്ട് ഹൈക്കോർട്ടിനും സഹായിക്കും. അതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ ട്രൈബ്യൂണൽസും ജനങ്ങളെ സഹായിക്കും. ഇതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ബൈ ട്രാൻസ്ഫറിംഗ് സർവീസ് റിലേറ്റഡ് കേസ് ഫ്രം ദ ഓർഡിനറി കോർട്സ് ടു ട്രൈബ്യൂണൽസ്, കോർട്സ് ആർ ഏബിൾ ടു ഡിസ്പോസ് ഓഫ് അതർ കേസസ് പെൻഡിങ് ബിഫോർ ദം ഫാസ്റ്റ്. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ട്രൈബ്യൂണൽസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാര്യം. ആൻഡ് സർവീസ് മാറ്റേഴ്സ് ആർ ഡിസൈഡഡ് ബൈ ദ ട്രൈബ്യൂണൽസ് മോർ സ്പീഡിലി ദാൻ ബൈ കോർട്സ്, അല്ലെ? ഇപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം ധാരാളം കേസുകൾ, തീർപ്പാക്കാത്ത കേസുകൾ ഭയങ്കരയേറെ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ബെനിഫിറ്റ്. ഇനി നമുക്ക് ആക്ടിലേക്ക് കിടക്കാം. ചാപ്റ്റർ 1 പ്രിലിമിനറി, പ്രാരംഭികം. ഇപ്പൊ സെക്ഷൻ 1 നമ്മൾ കുറേയൊക്കെ ആക്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സെക്ഷൻ 1 എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, അല്ലെ?
ഇപ്പൊ ഷോർട്ട് ടൈറ്റിൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 എന്നാണ് ഈ ഒരു നിയമത്തിന്റെ പേര്. The act may be called Administrative Tribunals Act 1985. ഇനി ഇതിന്റെ എക്സ്റ്റെന്റ് എന്തായിരിക്കും? ഇപ്പൊ ഇതിന്റെ എന്ന് പറയുമ്പോൾ ഏതിന്റെ എന്നും ചിലപ്പോൾ ഇപ്പം മനസ്സിൽ വിചാരിച്ച ആരെങ്കിലും കാണും. അതെ, രണ്ട് ആൾക്കാരുണ്ട് അല്ലെ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളും ഉണ്ട്. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യ മുഴുവനായും, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യമാണ് എങ്കിൽ ഇന്ത്യ മുഴുവനായും, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യമാണ് എങ്കിൽ സ്റ്റേറ്റിനകത്ത്. അതാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അകത്താണ് അതിന്റെ അധികാര പരിധി, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വരുമ്പോൾ ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അപ്പൊ നമ്മുടെ ഇതെപ്പോ പ്രാബല്യത്തിൽ വരും, ഇതിന്റെ കമൻസ്മെന്റ് ആണ് എങ്കിൽ അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി എപ്പോഴാണോ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ഒഫീഷ്യൽ ഗസറ്റ് വഴി അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നത് വഴി കേന്ദ്ര സർക്കാരിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യവും ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ, ഇവിടെ ഒരു ഇത് വരും. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മാത്രമല്ല, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓർത്തു വെച്ചോളുക, മാറിപ്പോരുതേ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് മറ്റ് പല കാര്യങ്ങൾ അധികാരമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്തുള്ള ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, നമ്മുടെ PSC നടത്തുന്ന എക്സാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാം PSC തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ റൂൾസ് അതൊക്കെ ഫ്രെയിം ചെയ്യണത്, അതൊക്കെ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓർത്തു വെച്ചോളുക, മാറിപ്പോകരുതേ. The provisions of this act, insofar as they relate to the administrative tribunals of the state, shall come into force in a state on such date as the central government ഈ പറയുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി എപ്പോഴാണോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാ കാര്യം. അതേപോലെ തന്നെ ഇതിന്റെ ചെയർമാൻ്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, കോമൺ ആണ്, എല്ലാവരെയും പ്രസിഡന്റ് ഒക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം, വരുന്ന സ്ലൈഡ്സിലുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൺ പേഴ്സൺസ്, എല്ലാവർക്കും ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. ആർക്കൊക്കെയാണ് അപ്പോൾ ആപ്ലിക്കബിൾ ആകാത്തത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, റിക്രൂട്ട്മെന്റ്, അതേപോലെ തന്നെ യൂണിയൻ സർവീസിലും സ്റ്റേറ്റ് സർവീസിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ അവരുടെ സർവീസ് ഡിസ്പ്യൂട്ട്സ് ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്നാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യം ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഡിഫൻസിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് നമ്മുടെ സിവിലിയൻസ് അല്ലാത്ത ഉദ്യോഗസ്ഥർ, ആർമി, നേവി, എയർഫോഴ്സ്, അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡും. ശരിക്കും ഇത് കോസ്റ്റ് ഗാർഡും ഡിഫൻസിന്റെ ഭാഗമാണ് കേട്ടോ, ഇതും കോസ്റ്റ് ഗാർഡും ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കൂടെ ചേരുന്ന നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിന്റെ അകത്തുള്ള ആൾക്കാർ വരത്തില്ല. ഡിഫൻസ് ഫോഴ്സസിന്റെ അകത്തുള്ള സിവിലിയൻ പോസ്റ്റ് ഉള്ളവരല്ല, അല്ലാത്ത ആൾക്കാരൊന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന്റെ അധികാര പരിധിയിൽ വരത്തില്ല. അതായത് അവരുടെ സർവീസ് ഒന്നും അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് അധികാരമില്ല. ഈ പറയുന്ന ഡിഫൻസ് ഫോഴ്സസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ 3 സർവീസിനും അവരുടേതായ നിയമങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇവൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും, പല ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഈ പറയുന്ന പട്ടാളക്കാർക്ക് കർട്ടെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ സിവിലിയനായ നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉള്ള പല ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഈ പറയുന്ന പട്ടാളക്കാർക്ക് വരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെയും അവർക്ക് അതിൻ്റെതായ കോർട്ടുണ്ട്. അവരുടെ കോർട്ടിലായിരിക്കും അതിന്റെ കാര്യങ്ങൾ, ഈ സർവീസുമായി ബന്ധപ്പെട്ട ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ കോർട്ടുണ്ട്. ആ കോർട്ടുകളിലാണ് വരുന്നത്. ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. ഇനി അതേപോലെ തന്നെ
any officer or servant of the Supreme Court or any High Court or court subordinate thereto. അതായത് കോടതികളിലെ ഒരു ഓഫീസർ, ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ കോടതിയുടെ ഒരു സർവീസിലുള്ള ഒരു വ്യക്തി, ഇവരുമായി അല്ലെങ്കിൽ ഇവരുടെ സർവീസുമായി ബന്ധപ്പെടുന്ന ഒരു തർക്കം പരിഹരിക്കാനുള്ള അധികാരവും ആർക്കില്ല? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഇല്ല. ഇനി അടുത്തത്, നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ്, പാർലമെന്റ് മാത്രമല്ല സംസ്ഥാന നിയമസഭകള്, അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൽ നിയമസഭകൾ ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ. അപ്പൊ ഈ നിയമസഭകളിലുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫുമായി ബന്ധപ്പെടുന്ന സർവീസ് പ്രശ്നങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പ്രൊസീഡിങ്സോ ട്രയലോ ഒന്നും നടത്താൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ പറ്റാത്ത ലിമിറ്റേഷൻസ് ഒക്കെയാണ് ഇത്. ഇനിയുണ്ട് ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആർക്കൊക്കെയാണ് വാലിഡ് അല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. എനി മെമ്പർ ഓഫ് ദ നേവൽ, മിലിറ്ററി ഓർ എയർഫോഴ്സ് ഓർ എനി അതർ ആംഡ് ഫോഴ്സസ് ഓഫ് ദ നേഷൻ. പിന്നെ വരുന്ന ഒരു ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി അല്ല, ആംഡ് ഫോഴ്സസ് എന്നാണ് ശരിക്കും പറയുന്നത്. ആംഡ് ഫോഴ്സ്, പാരാമിലിറ്ററി അല്ല. ഇവിടെ ശരിക്കും നമ്മുടെ ആക്ടിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആംഡ് ഫോഴ്സസ്. ഇതിന്റെ കൂടെ കോസ്റ്റ് ഗാർഡും കൂടെ വരും. ഈ പാരാമിലിറ്ററിയിലും ഒക്കെ ഇതേപോലെ കുറെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കേർട്ടയിൽ ചെയ്യുന്നുണ്ട്. ഫോഴ്സിന് പല കാര്യങ്ങളും ആപ്ലിക്കബിൾ അല്ല. പല ഫോഴ്സുകൾക്കും ഇതിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഇവർക്കൊന്നും ആപ്ലിക്കബിൾ അല്ല, കാരണം ഇവര് സിവിലിയൻസ് അല്ലല്ലോ. ഇനി എനി ഫോഴ്സ്, പക്ഷെ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആണ്. ഇത് ഇപ്പൊ പറയുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരള പോലീസിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക്, അതായത് ഈ IPSകാർക്ക്, അവർക്കൊക്കെ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന്റെ വിധികളെല്ലാം വാലിഡ് ആണ്. പക്ഷേ ഇവരെ സിവിലിയൻസ് അല്ല. സിവിലിയൻസ് അല്ലാത്തവർക്ക് ബാധകമല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എനി ഓഫീസർ ഓർ സെർവന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ എനി ഹൈ കോർട്ട് ഓർ കോർട്ട് സബോർഡിനേറ്റ് thereto. ഓക്കെ. എനി പേഴ്സൺ അപ്പോയിന്റഡ് to the secretarial staff of either house of the parliament or to the secretarial staff of any state legislature or a house thereof, or in the case of union territory having a legislature of that legislature. വേറൊന്നല്ല, നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകൾ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ നിയമസഭയിലുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫിന്റെ യാതൊരു തരത്തിലുള്ള സർവീസ് ഡിസ്പ്യൂട്ട്സിന്റെ മുകളിൽ തീർപ്പാക്കാനുള്ള അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഇല്ല. ഇനി അടുത്ത ഡെഫിനേഷൻസിലേക്ക് നോക്കാം. സെക്ഷൻ 3 ഡെഫിനേഷൻസ്. അപ്പൊ ഈ ഒരു ആക്ടില് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ഡെഫിനേഷൻസ് ആണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസും ആണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അത് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ പോകും കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ, അതേപോലെ ജുഡീഷ്യൽ മെമ്പർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു ചെയർമാൻ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിൽ തന്നെ ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും ഉണ്ട്. ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ മെമ്പർ അല്ലാത്ത മെമ്പർമാരാണ്. അവരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ മെമ്പേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും ഉണ്ട്, ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ. ഈ പറയുന്ന ജഡ്ജസ് ആവാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ ആവും ജുഡീഷ്യൽ മെമ്പേഴ്സ്. ഇനി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇൻ റിലേഷൻ ടു ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ജോയിന്റിന് ഞാൻ പറയാം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അതിന്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അതിന്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണൽ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഒന്നിലേറെ സ്റ്റേറ്റ്സിന് ഒരുമിച്ച് ചേർന്ന് അവർക്കൊരു എഗ്രിമെന്റ് കൊണ്ടുവരാം. അതായത് നമുക്ക് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണ്, ഓരോ സംസ്ഥാനത്തു നിന്നും എത്ര പേരുണ്ട്, എത്ര പേര് വീതം, ഈ പറയുന്ന ഫിനാൻസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഉള്ള ഒരു എഗ്രിമെന്റ്. അപ്പൊ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇവര് തമ്മിൽ കൊണ്ടുവരുന്നു. അത് കേന്ദ്ര സർക്കാർ ആ ഒരു എഗ്രിമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. പറയുന്ന ട്രൈബ്യൂണൽസ് ഉണ്ട്, അതേപോലെ ഹൈക്കോർട്ടുകളും ഉണ്ട്. 1-ൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോർട്ടൊക്കെ, നമ്മുടെ ഗുവാഹത്തി ഹൈക്കോർട്ടൊക്കെ.
അപ്പോൾ ഇതാണ് ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഒന്നിലേറെ സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലെ ഈ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആരായിരിക്കും? ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റിന്റെ ആണെങ്കിൽ സ്റ്റേറ്റ്. എന്റെ ചോദ്യം ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആരാണ്? ഞാൻ രണ്ട് ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ ആ ഒരു സ്റ്റേറ്റുകൾ, ഈ പറയുന്ന രണ്ടോ അല്ലെങ്കിൽ കുറെ സ്റ്റേറ്റ്സ് കാണുമല്ലോ, ഒന്നെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്സിന്റെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കൺസോർഷ്യം, ഇതിലേതായിരിക്കും? ഇത് രണ്ടും അല്ല. ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും അതിൻ്റെയും അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓർത്തു വെച്ചോളുക. ഒരു നിങ്ങളെ കുഴപ്പിക്കാനൊക്കെ വേണ്ടി ചോദിക്കാൻ പറ്റിയ നല്ലൊരു സാധനം അത്. ഇനി ജുഡീഷ്യൽ മെമ്പർ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ദ ട്രൈബ്യൂണൽ അപ്പോയിന്റഡ് ആസ് സച്ച് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഇൻക്ലൂഡ്സ് ദ ചെയർമാൻ ഹൂസ് പോസസ് എനി ക്വാളിഫിക്കേഷൻസ്. നമ്മുടെ ഈ സെക്ഷൻ 6 വരുന്ന സമയത്ത് ഇവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയും സെക്ഷൻ 6. അപ്പൊ ആ ഒരു സെക്ഷൻ്റെ അകത്ത് ഇവരുടെ ക്വാളിഫിക്കേഷൻസ്, അതായത് നമ്മുടെ ചെയർമാന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിന്റെയും ജുഡീഷ്യൽ മെമ്പറിന്റെയും ഒക്കെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻസ് പൊസസ് ചെയ്യുന്ന, അതായത് ഒരു ജുഡീഷ്യൽ മെമ്പറിന് പൊസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പറിന് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തിയെ ജുഡീഷ്യൽ മെമ്പർ എന്ന് പറയാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെയർമാന് ജുഡീഷ്യൽ മെമ്പറിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എങ്കിൽ ചെയർമാനെയും ജുഡീഷ്യൽ മെമ്പർ എന്ന് വിളിക്കാം. ക്ലിയർ ആണേ? ഡൗട്ട് ഇല്ലേ? ഇനി മെമ്പർ, ഈ മെമ്പർ പലപ്പോഴും പ്രശ്നക്കാരനാണ്. പല ആക്ടിൽ പല തരത്തിലാണ് മെമ്പേഴ്സിന്റെ ഡെഫിനേഷൻ വരുന്നത്. നമുക്ക് ഈ ഒരു ആക്ടിലെ മെമ്പറിന്റെ ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ മീൻസ് എ മെമ്പർ ഓഫ് എ ട്രൈബ്യൂണൽ ആൻഡ് ഇൻക്ലൂഡ്സ് ദ ചെയർമാൻ. അതായത് ഈ ട്രൈബ്യൂണലിന്റെ മെമ്പേഴ്സ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ. അപ്പൊ മെമ്പർമാരും അതേപോലെ തന്നെ ചെയർമാനെയും കൂടെ ചേർത്താണ് ഈ ഒരു ആക്ടിൽ മെമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആക്ട്, ഇപ്പൊ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ഒക്കെ പറയുവാണെങ്കിൽ അതിൽ മെമ്പർ സെക്രട്ടറിയും കൂടെ ചേർത്താണ് മെമ്പർ എന്ന് പറയുന്നത്. അതിൽ ആക്ടിൽ അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ആക്ടിൽ തന്നെ ഡെഫിനേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇങ്ങനെയാണ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർമാൻ. ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇനി അടുത്ത സർവീസ് മീൻസ് സർവീസ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ വിത്തിൻ ഇന്ത്യ ഓക്കെ, ഔട്ട്സൈഡ് ഇന്ത്യ എന്താ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു IFS ഉദ്യോഗസ്ഥൻ, നമ്മുടെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ, അപ്പൊ അവരുടെ ഒരു ടേം അല്ലെങ്കിൽ ടെനർ എങ്ങനെയാന്ന് വെച്ചാൽ 3 വർഷം ഫോറിൻ പോസ്റ്റിംഗ്, അത് കഴിഞ്ഞ് 2 തൊട്ട് 3 വർഷം വരെ ഡൊമസ്റ്റിക് പോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തായിരിക്കും. 3 വർഷം ഒരു ഫോറിൻ പോസ്റ്റിംഗ്, അത് കഴിഞ്ഞ് 2 തൊട്ട് 3 വർഷം വരെ ഇന്ത്യക്കകത്തായിരിക്കും അവരുടെ പോസ്റ്റിംഗ്. ഇപ്പൊ നമ്മുടെ ഒരു IFS ഉദ്യോഗസ്ഥന്, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജർമ്മനിയിലാണ് അദ്ദേഹത്തിന് ഒരു പോസ്റ്റിംഗ് വന്നത്. അപ്പം ഒരു വർഷം കഴിഞ്ഞ സമയത്ത് സർക്കാർ അദ്ദേഹത്തിന് US മാറ്റി. അപ്പൊ ഈ പാവപ്പെട്ട നമ്മുടെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് മക്കളെ ജർമ്മനിയിലുള്ള സ്കൂളിലൊക്കെ ചേർത്ത് അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. ആ സമയത്താണ് അടുത്ത പോസ്റ്റിംഗ് വേറെ കിട്ടിയത്. അത് ആ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ IFS ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ റിക്വസ്റ്റ് കൊടുക്കും. അല്ല എങ്കിൽ അവർ ആ റിക്വസ്റ്റ് നിരസിച്ചു അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. എവിടെ? സുപ്രീം കോർട്ടിലൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കാം. പക്ഷെ അത് മാസങ്ങളും വർഷങ്ങളൊക്കെ എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും തിരിച്ചൊരു വിധി വരാൻ. അപ്പൊ ആ ഒരു വ്യക്തിക്കും എവിടെ കൊണ്ട് കേസ് കൊടുക്കാം? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഫോറിൻ സർവീസിലുള്ളവർ മാത്രമല്ല, പല സർവീസിലുള്ള നമ്മുടെ യൂണിയന്റെ അകത്ത് വരുന്ന സർവീസിൽ വരുന്ന പല ആൾക്കാരും ഇതേപോലെയുള്ള പല മിഷൻസിന്റെയും ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അവരുടെ സർവീസും ഒക്കെ നമ്മുടെ ഈ സർവീസ് ആയിട്ട് കണക്കാക്കാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ പ്രിലിമിനറിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് therefore. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് therefore. സെക്ഷൻ 4 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നാണോ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആ ഒരു ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മുടെ സെക്ഷൻ 1 കമൻസ്മെന്റിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ടു ബി നോൺ ആസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ.
നമ്മുടെ ഈ ഒരു നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 പറയുന്ന അധികാരങ്ങളും അതോറിറ്റീസും ജൂറിസ്ഡിക്ഷൻ ഒക്കെ ഉള്ള ഒരു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ ഒരു സംസ്ഥാനം ഒരു സംസ്ഥാന സർക്കാർ തങ്ങളുടെ സംസ്ഥാനത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വേണം എന്നുള്ള ഒരു റിക്വസ്റ്റുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകുന്നു. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അപ്പൊ അതിന്റെ പേര് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കേരളം ആണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതാണ് ഇങ്ങനെ പറഞ്ഞത്, ഇൻ ദ നെയിം ഓഫ് നോൺ ആസ് നെയിം ഓഫ് ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ ഈ ഒരു പേരിൽ അങ്ങനെ ഒരു സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതൊന്ന് നമുക്ക് വായിക്കാവേ. ദ സെൻട്രൽ ഗവൺമെന്റ് may on receipt of a request, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോളുക, receipt of a request in this behalf from any state government, അല്ല സ്വന്തം ഇഷ്ടത്തിലല്ല, ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ റിക്വസ്റ്റ് പോയതിനു ശേഷമാണ് എസ്റ്റാബ്ലിഷ് ബൈ നോട്ടിഫിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ ദ സ്റ്റേറ്റ് ടു ബി നോൺ ആസ് the name of the state administrative tribunal, for example Kerala administrative tribunal, to exercise the jurisdiction powers and authority conferred on the administrative tribunal for the state by or under this act. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി നമുക്ക് നോക്കാം. ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അപ്പോൾ ഒന്നിലേറെ സംസ്ഥാനങ്ങൾ അല്ല എങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഒരു ധാരണയിലെത്തുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വേണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മതി എന്ന് അവർ തമ്മിൽ ഒരു ധാരണയാകുന്നു. അതേപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെയൊക്കെ ആ ഒരു അലൊക്കേഷൻ ഉണ്ടല്ലോ, എത്ര പേരാണ് ഓരോടത്തുനിന്നും, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫിനാൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എക്സ്പെൻസസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ബെഞ്ചസ്, ഇപ്പോൾ പറയുന്ന പല സംസ്ഥാനങ്ങളാണെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ ബെഞ്ചസ് ഉണ്ടായിരിക്കണം, അപ്പോൾ എവിടെയൊക്കെ ബെഞ്ചസ് വേണം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ധാരണയാവും. എന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് കേന്ദ്ര സർക്കാരിനോട് കൊടുക്കും. ഈ ഒരു എഗ്രിമെന്റ് കേന്ദ്ര സർക്കാരിന് നൽകും. കേന്ദ്ര സർക്കാർ ഈ ഒരു എഗ്രിമെന്റ് അംഗീകരിച്ചാൽ സെൻട്രൽ ഗവൺമെന്റിനും ഇതേപോലെ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല ഇവിടെയും സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാ? കേന്ദ്ര സർക്കാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. 2 or more states may, notwithstanding anything contained in subsection 2 of, and notwithstanding that any or all of the states have or have tribunals established under subsection, enter into an agreement that the same administrative tribunal shall be the administrative tribunal for each of the states participating in the agreement, and if the agreement നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്താൽ and published in the Gazette of India and the official gazette of each of the states, and അതേപോലെ തന്നെ and the official gazette of each of the states, the central government may by notification establish a joint administrative tribunal. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 അകത്ത് വരുന്ന അധികാരങ്ങളെല്ലാമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഒരു ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വേർഡിങ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട, കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ ഓർത്ത് വെക്കുക, വേർഡിങ്സ് അതേപോലെ കാര്യമായിട്ട് കാണാതെ പഠിക്കേണ്ട. ഓക്കെ, ഇനി അടുത്തത് സബ്സെക്ഷൻ 4. ആൻ എഗ്രിമെന്റ് അണ്ടർ സബ്സെക്ഷൻ 3, തൊട്ട് മുന്നുള്ള എഗ്രിമെന്റ്, അതായത് നമ്മുടെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ എഗ്രിമെന്റ് ആണ്. ഷാൽ കണ്ടെയ്ൻ പ്രൊവിഷൻസ് ആസ് ടു ദ, അതേപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പേര് എന്തായിരിക്കണം എന്നൊക്കെ പേര് പലപ്പോഴും ഈ പേരെന്ന് പറയുന്നത് കോമൺ, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും കൂടെ ചേർന്നുള്ള പേരായിരിക്കും. ഇപ്പോൾ പേര് എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ഇവരുടെ റിസോഴ്സ് അലൊക്കേഷൻ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല കാര്യങ്ങൾ, ബെഞ്ചസ് എവിടെയൊക്കെയാണ്, ഇതെല്ലാം ആ അഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. The manner of participating states and may be associated in the selection of chairman and other members of the joint administrative tribunal, places at which the bench or benches of the tribunal shall. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ shall sit.
അതേപോലെ തന്നെ അപ്പോർഷൻമെന്റ് എമംഗ് ദ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ്, അതായത് എങ്ങനെയാണ് ഇവർ ഫിനാൻസ് ഫണ്ട് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോർഷൻമെന്റ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്സ് ടേം ആണ്. അപ്പോർഷൻമെന്റ് ഒരു ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടേം ആണ്. കൊമേഴ്സിന്റെ രീതിയിൽ നിന്നൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതൊന്നും നമുക്ക് ഇവിടെ വേണ്ട. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അലൊക്കേഷനും അപ്പോർഷൻമെന്റും ശരിക്കും പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഒന്നല്ല. പക്ഷെ ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനെ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് ഇവിടെ അങ്ങനെ മാത്രമേ ഉള്ളൂ. Among the participating states of the expenditure in connection with the Joint Administrative Tribunal and may also contain such as a supplement, incidental and consequential provisions not inconsistent with this act. ആ ഒരു കാര്യം വേറെ ഒന്നുമല്ല, ആ പറയുന്ന എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി സെക്ഷൻ 5ലേക്ക് വരാം. കോമ്പോസിഷൻ ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് ദെയർ ഓഫ്. കോമ്പോസിഷൻ ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് ദെയർ ഓഫ്. ഭാഗ്യം ഈ ഒരു ആക്ടിൽ കോമ്പോസിഷൻ എന്ന് തന്നെ ഉണ്ട്. പലയിടത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു വേർഡിൽ ഇവിടെ പകരം വരുന്നത്. അപ്പം ഇവിടെ കറക്റ്റ് രൂപീകരണം കോമ്പോസിഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രൈബ്യൂണൽ ആകുമ്പോൾ അതിനൊരു ചെയർമാൻ വേണം അല്ലേ? ട്രൈബ്യൂണൽ ആകുമ്പോൾ ഒരു ചെയർമാൻ വേണം, പിന്നെ കുറച്ച് മെമ്പേഴ്സ് വേണം. ഈ മെമ്പേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആകാമെന്നല്ല, ഈ പറയുന്ന രണ്ട് കൂട്ടരും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈച്ച് ട്രൈബ്യൂണൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ, ഒരൊറ്റ ചെയർമാൻ മതി കേട്ടോ. And such number of judicial and administrative members as the appropriate government may deem fit. നമ്മുടെ ആ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്, ഇപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം എത്ര മെമ്പേഴ്സ് വേണം, എത്ര ജുഡീഷ്യൽ മെമ്പേഴ്സും എത്ര അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും വേണം എന്ന്. As the appropriate government may deem fit and subject to other provisions of this act, but the jurisdiction powers and authority, അതേപോലെ തന്നെ ട്രൈബ്യൂണലിന്റെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് അതോറിറ്റി, അതേപോലെ ബെഞ്ചസിന്റെ കാര്യമൊക്കെ തീരുമാനിക്കാം, ബെഞ്ചസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ടായിരിക്കണം, ഒരു കാര്യം കൂടെ ഓർത്തോളുക. ഇത് മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ട്രൈബ്യൂണലിന്റെ അകത്ത് എത്ര മെമ്പേഴ്സ്, എത്ര ജുഡീഷ്യൽ മെമ്പേഴ്സും എത്ര അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും ഉണ്ടെന്ന് ആർക്ക് തീരുമാനിക്കാം? കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. കേന്ദ്ര സർക്കാർ എന്നല്ല, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം. ഇനി ഈ ഒരു ബെഞ്ചിന്റെ കേസ് ആണെങ്കിൽ ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് ട്രൈബ്യൂണൽ. ഇനി അടുത്ത പറയാൻ പോകുന്നത് ബെഞ്ച്. ഒരു ബെഞ്ചിൽ ഒരു ജുഡീഷ്യൽ മെമ്പറോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും ഉണ്ടായിരിക്കണം. സബ്ജക്ട് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, A bench shall consist of one judicial member and one administrative member. ഒരു ബെഞ്ചിൽ ഏറ്റവും കുറഞ്ഞ ഒരു ജുഡീഷ്യൽ മെമ്പറോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ എങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മാറിപ്പോവരുതേ, ആദ്യം പറഞ്ഞ ട്രൈബ്യൂണൽ, രണ്ടാമത് പറഞ്ഞത് ബെഞ്ച്. But notwithstanding anything contained in section 1, the chairman. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളാണ്. In addition to discharging the functions of judicial member or the administrative member of the bench to which he is appointed. ഇപ്പോൾ ഈ പറയുന്ന ചെയർമാൻ ഏതെങ്കിലും ഒക്കെ ഒരു ബെഞ്ചിന്റെ ഹെഡ് ആയിരിക്കും അല്ലേ? ചെയർമാൻ ഈ പറയുന്ന നമ്മുടെ ഹൈക്കോർട്ടിലേക്കുള്ള ബെഞ്ചുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡിവിഷൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബെഞ്ചുകളുണ്ട്. അപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിലാണെങ്കിലും പല ബെഞ്ചുകളുണ്ട്. അപ്പം ഈ പറയുന്ന ചെയർമാൻ ഉൾപ്പെടെ ഉള്ള ഒരു ബെഞ്ച് കാണും. ആ ഒരു ബെഞ്ചിലെ ഒന്നെങ്കിൽ ജുഡീഷ്യൽ മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ആയിരിക്കും നമ്മുടെ ചെയർമാൻ. അപ്പോൾ ഏത് മെമ്പറാണോ, ഇപ്പോൾ അദ്ദേഹം ഒരു ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം ഒരു ജുഡീഷ്യൽ മെമ്പർ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു ജുഡീഷ്യൽ മെമ്പർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നമ്മുടെ ചെയർമാൻ നിർവഹിക്കണം. ഞാൻ ചെയർമാനാണ് അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ ദ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ഓൺ ദ ബെഞ്ച് ടു വിച്ച് ഹി ഈസ് അപ്പോയിന്റഡ്. ഇതിന് പുറമെ discharge the functions of the judicial member or as the case may be the administrative member of any other bench. ഇതിന് പുറമെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ബെഞ്ചിന്റെയും ജുഡീഷ്യൽ മെമ്പർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇദ്ദേഹം നിർവഹിക്കേണ്ടി വരും. അത് കണ്ടീഷൻസ് ആണ്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ചെയർമാന്റെ കുറച്ച് കാര്യങ്ങൾ, അധികാരങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പറഞ്ഞൊക്കെ പോകുന്നത്. ഒരു ബെഞ്ചിലെ മെമ്പറിനെ വേറൊരു ബെഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മേ ട്രാൻസ്ഫർ എ മെമ്പർ ഫ്രം വൺ ബെഞ്ച് ടു അനദർ ബെഞ്ച്. ഇതാരാ ചെയ്യുന്ന? ചെയർമാൻ ആണ് ചെയ്യുന്നത്. മേ ഓതറൈസസ് ടു ജുഡീഷ്യൽ മെമ്പർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ അപ്പോയിന്റഡ് ടു വൺ ബെഞ്ച് to discharge also the functions of judicial member or the administrative member as the case may be of another bench. അതായത് ഏതെങ്കിലും ഒരു ബെഞ്ചിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പർ ആയി ഇരിക്കുന്ന ഒരു വ്യക്തിയോട് വേറൊരു ബെഞ്ചിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പർ ആയിട്ട് കൂടെ ആക്ട് ചെയ്യാൻ ഈ പറയുന്ന ചുമതലപ്പെടുത്താം. ആർക്ക്? ചെയർമാൻ. May for the purpose of securing that any case or cases which have regard to the nature of questions involved requires or require in his opinion under the rules made by the central government in this behalf to be decided by simple ആയിട്ട് ഞാൻ പറയാം. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബെഞ്ചാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മെമ്പറും അല്ലെങ്കിലല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും ഒരു ജുഡീഷ്യൽ മെമ്പറും ഉണ്ടായിരിക്കണം. ഒരു ബെഞ്ചിലെ ഏറ്റവും കുറഞ്ഞത് ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ചെയർമാന് തോന്നുന്നു, നമ്മുടെ ചെയർമാന് തോന്നുന്നു ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസ്, ഈ ഒരു കേസിന്റെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേര് മാത്രം പോരാ, കുറച്ചധികം ആൾക്കാരും കൂടെ വേണം. കുറച്ച് ജുഡീഷ്യൽ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഒന്നോ അതിലേറെയോ ആൾക്കാരും കൂടെ ആ ഒരു ബെഞ്ചിൽ വേണം എന്ന് നമ്മുടെ ചെയർമാന് തോന്നുന്ന പക്ഷം ചെയർമാന്റെ ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനറൽ ഓർഡർ വഴി ഈ ഒരു ബെഞ്ചിലെ ആൾക്കാരുടെ എണ്ണം കൂട്ടാം. ആ ഒരു കാര്യമാണ് വരുന്നത്. ടു ബി ഡിസൈഡഡ് ബൈ ദ ബെഞ്ച്. Government in this behalf to be decided by the bench composed of more than 2 members issues a general or special orders as he may deem fit. Purpose of securing that any case or cases which have regard to the nature of questions involved require in his opinion or under the rules made by the central government in this behalf to be decided by a bench composed of more than 2 members. ഈ ഒരു കാര്യമാണ്. 2 മെമ്പേഴ്സിൽ കൂടുതലുള്ള ആൾക്കാർ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം ഈ ഒരു കേസിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബെഞ്ചിന് മുൻപാകെ ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം കൂടുതൽ ആൾക്കാരെ അതിലോട്ട് അലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് എവറി ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ പെർസ്യൂവൻസ് ഓഫ് ദിസ് ക്ലൂസ് ഷാൽ ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ്. പറയുന്ന ഒരു കാര്യം ഓർത്തോളണം, എന്ത് സംഭവിച്ചാലും ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ എങ്കിലും ഉണ്ടായിരിക്കണം, അത് ഉറപ്പാണ്. എല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും എല്ലാവരും ജുഡീഷ്യൽ മെമ്പർ, ആ ഒരു പ്രോസസ്സ് പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു ജുഡീഷ്യൽ മെമ്പർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ it shall be competent for the chairman or any other member authorized by the chairman in this behalf to function as a bench consisting of a single member and exercise the jurisdiction, powers and authority of the tribunal in respect of such case or cases of such matters pertaining to such classes or cases as the chairman may by general or special order specify. ഇതും വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെയർമാന് തോന്നുന്നു ഒരൊറ്റ ആൾ മതി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ മതി, ഒന്നെങ്കിൽ ചെയർമാനായ ഞാൻ മതി, അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അപ്പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ അലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരൊറ്റ ആൾ മതി, ഈ ഒരൊറ്റ മെമ്പർ മതി ഈ ഒരു കേസിന് തീർപ്പ് കൽപ്പിക്കാൻ എന്ന് നമ്മുടെ ചെയർമാന് തോന്നുന്ന പക്ഷം ആ ഒരൊറ്റ ഒരാൾ മതി ആ ഒരു ബെഞ്ചിൽ. അതാണ് പറയുന്നത് കേട്ടോ. അപ്പം അതൊരു സ്പെഷ്യൽ കേസാണ്, അതൊരു പ്രത്യേക ഓർഡറിലാണ്. ഒന്നെങ്കിൽ ഒരു ജനറൽ ഓർഡർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ, ചെയർമാൻ്റെ സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ ചെയർമാൻ്റെ ജനറൽ ഓർഡർ വഴി മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ബെഞ്ചിൽ എപ്പോഴും എന്താ ഉണ്ടായിരിക്കണം, ഒരു ജുഡീഷ്യൽ മെമ്പർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ. പൊതുവെ ബെഞ്ചിന് മുൻപാകെ ആയിരിക്കും കേസുകൾ പോകുന്നത്. ഇനി അതിന് പകരം ഈ പറയുന്ന ഈ ജഡ്ജിമാർക്കൊക്കെ ഓരോ കേസുകൾ അലൊക്കേറ്റ് ചെയ്യത്തില്ലേ, അതേപോലുള്ള സംഭവം ഒരു മെമ്പറിന് അല്ലെങ്കിൽ ചെയർമാന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചെയർമാൻ്റെ ബിഹാഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരൊറ്റ ആള് ഒരു ജഡ്ജിക്ക് അലൊക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു മെമ്പറിന് ഒരു കേസ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവല്ലേ. ഇനി പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് എനി സ്റ്റേജ് ഓഫ് ദ ഹിയറിംഗ് ഓഫ് സച്ച് കേസ്, നമ്മുടെ ഈ പറയുന്ന ഒരൊറ്റ ഒരാൾ ചെയർമാൻ മാത്രം അല്ലെങ്കിൽ ചെയർമാൻ്റെ ബിഹാഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു മെമ്പർ നമ്മുടെ ഈ ഒരു കേസ് അതിൻ്റെ വാദം കേൾക്കുന്നു.
അപ്പൊ അങ്ങനെ വാദം കേട്ടിരിക്കുന്ന സമയത്ത് തോന്നി ഇത് ഒരൊറ്റ ഒരാളായി തീരുമാനമെടുത്താൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നുന്ന പക്ഷം ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു കേസ് വേറെ ഏതെങ്കിലും ഒരു ബെഞ്ചിന് വിടാം, അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ വേർഡിക്റ്റ് അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടത്താൻ കൂടുതൽ മെമ്പേഴ്സിനെ അലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. പ്രൊവൈഡഡ് ദാറ്റ് if at any stage of the hearing of any such case or matter it appears to the chairman or such member that the case or matter is of such nature that it ought to be heard by a bench consisting of 2 members. അപ്പം അങ്ങനെ തോന്നുവാണ് എങ്കിൽ, അതായത് രണ്ടുപേരെങ്കിലും ഉള്ള ഒരു ബെഞ്ച് കേൾക്കണം ഈ ഒരു കേസ് എന്ന് തോന്നുന്ന പക്ഷം the case or matter may be transferred by the chairman or as the case may be referred to him for transfer to such bench as the chairman may deem fit. കേസ് എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഒരു ബെഞ്ചിലുള്ള കേസ് വേറൊരു ബെഞ്ചിലോട്ട് വിടാം. ഇത് നോർമൽ കോടതിയിലെ പ്രോസസ്സ് തന്നെ. കോടതികളിലാണെങ്കിലും ഇതേ കാര്യം തന്നെയുണ്ട്. ജഡ്ജസിന് വേണമെങ്കിൽ കേസ് എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ജഡ്ജിമാർക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കേസ് എടുക്കാതിരിക്കാം. കേസ് എടുക്കാതിരിക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ആ ഒരു കേസ് വേറെ ഏതെങ്കിലും ഒരു ജഡ്ജിന് അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബെഞ്ചിന് അലോക്കേറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് നമ്മുടെ ബെഞ്ചസ്. പൊതുവെ ബെഞ്ചസ് എവിടെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊതുവെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന്റെ ബെഞ്ചസ് എവിടെയായിരിക്കും? എന്തായാലും ക്യാപിറ്റൽസിലുണ്ടാവും അല്ലേ? ഈ ക്യാപിറ്റൽസിലായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ബെഞ്ച് വരുന്നത്. നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് എവിടെയായിരിക്കും? നമ്മുടെ ക്യാപിറ്റലായ ന്യൂഡൽഹി. നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അതിന്റെ ഈ പറയുന്ന അതിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഓൾറെഡി പ്രിൻസിപ്പൽ ബെഞ്ച്. Subject to the other provisions of this Act, the benches of the Central Administrative Tribunal shall be ordinarily sit at New Delhi. അപ്പോൾ അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ബെഞ്ച്. ഇതിന് പുറമെ അലഹബാദ്, കൽക്കട്ട, മദ്രാസ്, ന്യൂ ബോംബെ. ഇത് ന്യൂ ബോംബെ എന്നാണ് ആക്ടിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആക്ടിൽ കൊടുത്തേക്കുന്നത് ന്യൂ ബോംബെ എന്നാണ്. അലഹബാദ്, കൽക്കട്ട, മദ്രാസ്, ന്യൂ ബോംബെ. ഇപ്പോൾ ഈ അലഹബാദ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആക്ടിലും അലഹബാദ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആക്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മെട്രോപൊളിറ്റൻ ഏരിയാസിൻ്റെയൊക്കെ കാര്യത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയാസിൻ്റെ കൂടെ അലഹബാദും ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. കൽക്കട്ട, മദ്രാസ്, ബോംബെ, അതിൻ്റെ കൂടെയൊക്കെ അലഹബാദ്. അപ്പോൾ അലഹബാദ്, കൽക്കട്ട, മദ്രാസ്, ന്യൂ ബോംബെ ആൻഡ് സച്ച് അതർ പ്ലേസ്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ മറ്റ് ബെഞ്ചുകളുള്ളത്. ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ബെഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ബെഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇനി സബ്സെക്ഷൻ 8, subject to other provisions of this Act, the places at which the principal bench and other benches of the State Administrative Tribunal shall ordinarily sit shall be such as the state government may by notification specify. പറയുന്നില്ല, നമ്മുടെ സംസ്ഥാന സർക്കാർ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കൂടെ എവിടെയാണോ ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പ്രിൻസിപ്പൽ ബെഞ്ച് ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്ന ആ സ്ഥലത്ത് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത ആ ഒരു സ്ഥലത്ത് പ്രിൻസിപ്പൽ ബെഞ്ച് സ്ഥാപിക്കാം. ഇനി പുറമെ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ, ഈ സംസ്ഥാനത്തിനകത്തുള്ള വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ മറ്റ് ബെഞ്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ 6ലേക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെന്റ് ആസ് ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. ക്വാളിഫിക്കേഷൻസ് ഈ ഒരു ആക്ടിൽ മാത്രമല്ല, ഒട്ടുമിക്ക ആക്ടുകളിലും ക്വാളിഫിക്കേഷൻസ്, ഫങ്ഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ നോക്കാം. നമ്മുടെ ചെയർമാൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിൻ്റെയും ജുഡീഷ്യൽ മെമ്പറിൻ്റെയും ഒക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒരു ഹൈക്കോടതി ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം. ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. ഇനി നമ്മുടെ ഈ ഒരു നിയമം, അതായത് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ ഒരു വ്യക്തിയെ വൈസ് ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ആ ഒരു വ്യക്തി
2 വർഷം കഴിഞ്ഞാൽ, അതായത് വൈസ് ചെയർമാനായി 2 വർഷം തുടർന്നാൽ സർവീസിൽ ഉണ്ടായിരുന്നാൽ ആ ഒരു വ്യക്തിനെയും ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ a person shall not be qualified for appointment as the chairman unless he is or has been a judge of a high court. He isഉം കൂടെ ഉണ്ട്. He is or has been a judge of a high court. അതേപോലെ തന്നെ provided that a person appointed as vice chairman before the commencement of this act. ഇത് ആക്ടിന്റെ ഈ ഒരു ആക്ടിന്റെ 85 ഈ ആക്ടിന്റെ കമൻസ്മെന്റിന് മുൻപേ വൈസ് ചെയർമാൻ ആയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപ്പൊ ഈ ഒരു വ്യക്തി 2 വർഷം സേവനം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയെയും ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. Provided that a person appointed as vice chairman before the commencement of this act. അതായത് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിയമം വഴി അത് ഫോഴ്സിലാവുന്നതിന് മുൻപേ ആണ്. Shall be qualified for appointment as chairman if such person has held the office of vice chairman at least for a period of 2 years. ഇനി ഈ ഒരു കാര്യത്തില ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഒരു സംഭവം, ഒരു ചെറിയൊരു വേർഡിങ്സിൽ മാറ്റം, കോൺസെപ്റ്റിലല്ല ശരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെ 2006 ഭേദഗതി ഞാൻ പറഞ്ഞായിരുന്നു 3 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന്. ആദ്യത്തെ ഭേദഗതി 86, അത് കഴിഞ്ഞ് 87, പിന്നെ മൂന്നാമത്തെ ഭേദഗതി 2006 അപ്പൊ ഈ 2006 ഭേദഗതിയിൽ ഒരു മാറ്റം വരുത്തിയായിരുന്നു. മാറ്റമൊന്നുമില്ല, ഈ പറയുന്ന വേർഡിങ്സ് അതേപോലെയൊക്കെ ആക്കി, പക്ഷെ അത് ഒരൊറ്റ പാരഗ്രാഫ് പോലെയൊക്കെ ആക്കി, ഇത്രയേ ഉള്ളൂ. ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. 2006 അമെൻമെന്റ് ആക്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ വൈസ് ചെയർമാൻ ആക്കിയ ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തി 2 വർഷം സേവനം പൂർത്തിയാക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിനെ ചെയർമാൻ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ നേരത്തെ പറഞ്ഞത് 1985 നിയമം വരുന്നതിന് മുൻപേ, ഇവിടെ ഭേദഗതി നിലവിൽ വരുന്നതിന് മുൻപേ. അപ്പൊ പക്ഷേ കണ്ടന്റ് അല്ലെങ്കിൽ വേർഡിങ്സ് സെയിം ആണ്, പക്ഷെ മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഒറിജിനൽ ആക്ട് കമൻസ് ചെയ്യുന്നതിന് മുൻപേ, ഇവിടെ 2006 നിയമം കമൻസ് ചെയ്യുന്നതിന് മുൻപേ. വേർഡിങ്സ് സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല വേർഡിങ്സിൽ. അടുത്തത് a person shall not be qualified for appointment as an administrative member. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 2 വർഷം സെക്രട്ടറി റാങ്കിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായി 2 വർഷമെങ്കിലും സേവനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ സെക്രട്ടറി റാങ്കിന്റെ പേ സ്കെയിലിൽ കുറയാത്ത ഒരു പേ സ്കെയിലിൽ 2 വർഷം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയായിരിക്കണം. അത് വേർഡിങ്സ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇനിയുണ്ട് അടുത്ത ഒരു ക്രൈറ്റീരിയയും കൂടെയുണ്ട്. ഇപ്പൊ സെക്രട്ടറി മാത്രമേ പറഞ്ഞോളൂ, ഇനി അടുത്ത അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ unless he has held for at least 2 years the post of secretary to the government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം, 2 വർഷത്തെ സേവനമെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം. അല്ല എങ്കിൽ ഓർ എനി അതർ പോസ്റ്റ് അണ്ടർ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കീഴിലുള്ള ഒരു സർവീസിൽ സെക്രട്ടറി റാങ്കിന്റെ സാലറി സ്കെയിലിൽ കുറയാത്ത സാലറി സ്കെയിലിൽ and carrying the scale of pay which is not less than that of secretary to the government of India. അല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് വേണ്ട, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും സേവനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയോ അല്ല എങ്കിൽ കേന്ദ്രത്തിന്റെയോ സംസ്ഥാന സർവീസിലോ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിന്റെ പേ സ്കെയിലിൽ കുറയാത്ത ഒരു സ്കെയിലിൽ 5 വർഷമെങ്കിലും സേവനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയായിരിക്കണം. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഞാൻ ഒന്ന് ഒരുമിച്ച് പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി റാങ്കിൽ 2 വർഷത്തെ സേവന പരിചയം,
അല്ല എങ്കിൽ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാന സർവീസിലോ സെക്രട്ടറി റാങ്ക്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി റാങ്കിന്റെ പേ സ്കെയിലിൽ കുറയാത്ത പേ സ്കെയിലിൽ 2 വർഷം സേവനം പൂർത്തിയാക്കുകയോ അല്ല എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ 5 വർഷം സേവനം പൂർത്തിയാക്കുകയോ അല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിന്റെ പേ സ്കെയിലിൽ കുറയാത്ത ഒരു പേ സ്കെയിലിൽ 5 വർഷം സേവനം പൂർത്തിയാക്കുകയോ ചെയ്ത ഒരാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്നുള്ളൂ. ഇനി അടുത്ത ക്വാളിഫിക്കേഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സിന്റെ തന്നെയാണ്. ഇനി അടുത്ത ഓൾ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ആണ്. ഓൾ ഇന്ത്യ സർവീസ്, നമ്മുടെ IPS IAS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവർക്ക് സെൻട്രൽ ഡെപ്യൂട്ടേഷൻ, ഈ പറയുന്ന ഇവരുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേഡറിലായിരിക്കുമല്ലോ ഇവരെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേഡറിലാണെങ്കിലും ഇവർക്ക് കുറച്ച് നാള് ഇത്ര വർഷം സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോകണം. അപ്പൊ ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോകുന്ന സമയത്ത് ഇപ്പൊ അവരുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആയിരിക്കും അവർ പോകുന്നത്, അല്ലെങ്കിൽ പാരന്റ് കേഡറിൽ നിന്നായിരിക്കും അവർ പോകുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് ഈ പറയുന്ന ഇപ്പൊ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി, ഇപ്പൊ നമ്മൾ തൊട്ട് പിന്നെ പറഞ്ഞില്ലേ, സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ആ റാങ്കിൽ എത്താനുള്ള ഒരു സമയമായി അവർക്ക് പറയുന്ന അത്രയും ആ ഒരു ടെനറായി. പക്ഷേ ഇവർ ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ കാരണം അത് വന്നില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ എന്തെങ്കിലും ലാപ്സ് ആയി കിടക്കുവാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒന്നെങ്കിൽ ഇവരുടെ ശരിക്കുള്ള പ്രൊമോഷൻ വരണം, അല്ല എങ്കിൽ ഇവരുടെ പ്രൊഫോമ പ്രൊമോഷൻ എന്താണെന്ന് പറയാവേ. പ്രൊഫോമ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേ സാഹചര്യം, ഒരു IAS കാരൻ അദ്ദേഹത്തിന്റെ പാരന്റ് കേഡറിൽ നിന്ന് വേറെ സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോയി. അപ്പൊ ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോയ സമയത്ത് ഇപ്പൊ ഇദ്ദേഹം പാരന്റ് കേഡറിലാണ് എങ്കിൽ ഇദ്ദേഹത്തിന്റെ വരുന്ന റാങ്ക് എത്തിയില്ല, ഇദ്ദേഹത്തിന് ആ ഒരു പെർട്ടിക്കുലർ പ്രൊമോഷൻ എത്തിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ തൊട്ട് ജൂനിയർ ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് പ്രൊമോഷൻ കിട്ടുവാണ് എങ്കിൽ ഇദ്ദേഹത്തിന് മുൻകാല പ്രാബല്യത്തോടെ പ്രൊമോഷൻ നൽകാം. അതാണ് പ്രൊഫോമ പ്രൊമോഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊഫോമ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ പ്രൊമോഷൻ വരണം. അപ്പൊ അതിനുശേഷമുള്ള അങ്ങനെ ഒരു പ്രൊഫോമ പ്രൊമോഷൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊമോഷൻ വരുന്ന സമയത്ത് ഇദ്ദേഹം സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തി ആവത്തില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്നാണോ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പ്രൊഫോമ പ്രൊമോഷൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊമോഷൻ കിട്ടുന്നത്, ആ ഒരു ദിവസം മുതൽ ആണ് പിന്നെയുള്ള 2 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്നുള്ള കണക്കെടുക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം ആവുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയെ, അതായത് ഈ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വേർഡിങ്സ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. Provided that the officers belonging to all India services who were or are on central deputation to a lower post, ഈ ഒരു കാര്യമാണ്. സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോയി ലോവർ പോസ്റ്റിൽ ഇരിക്കുവാണ് എങ്കിൽ shall be deemed to have held the post of secretary or additional secretary as the case may be from the date such officers were granted performa promotion അല്ലെങ്കിൽ അവരുടെ actual promotion, whichever is earlier to the level of secretary or additional secretary as the case may be and the period spent on central deputation. അപ്പം അതിനുശേഷം ഈ പ്രൊഫോമ പ്രൊമോഷൻ കിട്ടുന്നതിന് ശേഷം അവർ തിരിച്ച് പാരന്റ് കേഡറിലോട്ട് വരണമെന്നില്ല. ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു പ്രൊമോഷൻ കിട്ടി, പ്രൊഫോമ പ്രൊമോഷൻ വന്നു, എന്നിട്ട് അവർ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ കണ്ടിന്യൂ ചെയ്താലും ഒരു ലോവർ പോസ്റ്റിൽ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ ഇരുന്നാൽ പോലും ആ ഒരു വ്യക്തിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഉള്ളൊരു ടെനർ ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. അതാണ് whichever is earlier to the level of secretary or additional secretary as the case may be and the period spent on central deputation after such date എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ആയതിനു ശേഷം shall count for qualifying service for the purpose of this clause. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആ പറഞ്ഞ കാര്യം അതേപോലെ ഒന്ന് നോക്കുക. വേർഡിങ്സ് നോക്കുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ജുഡീഷ്യൽ മെമ്പറിന്റെ കേട്ടോ. അത് ഇത്രയും നമ്മളെ കുഴപ്പിക്കത്തില്ല, കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പൊ ജുഡീഷ്യൽ മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാലേ,
ഒന്നെങ്കിൽ എന്തായിരിക്കണം, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അൺലെസ് ഹി യെസ് ഓർ ക്വാളിഫൈഡ് ടു ബി എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ചില്ലറക്കാരൊന്നും അല്ല നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ല, ജുഡീഷ്യൽ മെമ്പേഴ്സ് ഒന്നും. അപ്പോൾ അല്ല എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സാക്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് 2 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. 2 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നിയമ കമ്മീഷൻ, നമ്മുടെ ലോ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ കമ്മീഷനിലെ ചെയർമാൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നത്. ചെയർമാൻ, ഇപ്പൊ നിലവിലുള്ള ലോ കമ്മീഷനിലെ ചെയർമാൻ അല്ലെങ്കിൽ ഇന്ന ലോ കമ്മീഷനിലെ ചെയർമാൻ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇപ്പൊ അല്ലെങ്കിൽ ലോ കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആയി ഇതേ കാലഘട്ടം 2 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കുകയോ അല്ല എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ 5 വർഷം അഡീഷണൽ സെക്രട്ടറി ആയി സേവനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ വ്യക്തിയെയും എന്താക്കാം, ജുഡീഷ്യൽ മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ ജുഡീഷ്യൽ മെമ്പറിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറിന്റെയും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചെയർമാൻ ആൻഡ് എവരി അതർ member of the Central Administrative Tribunal shall be appointed after consultation with the Chief Justice of India by the President. അപ്പോൾ ഒരുമിച്ച് ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ചെയർമാനെയും നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനെയും മെമ്പറിനെയും, അതേപോലെ തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനെയും മെമ്പറിനെയും, അതേപോലെ തന്നെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനെയും മെമ്പറിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന്റെ സെൻട്രൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ജോയിന്റ് ആയിക്കോട്ടെ, ഇവരെല്ലാരെയും തന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്ത് ഗവർണർ അല്ല, ഓർത്തു വെച്ചേക്കുക. സെൻട്രം പ്രസിഡന്റ് ആണ്, അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ കേസ് ആണെങ്കിലും പ്രസിഡന്റ് ആണ്, ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും പ്രസിഡന്റ് ആണ്. ഇപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ കൺസേൺഡ് സ്റ്റേറ്റിന്റെ ഗവർണറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് എങ്കിൽ ആ കൺസേൺഡ് സ്റ്റേറ്റ്സിന്റെ ഗവർണറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റിംഗ് അതോറിറ്റി അപ്പോൾ പ്രസിഡന്റ് തന്നെയാണ്, ഏത് തട്ടിലുള്ള ട്രൈബ്യൂണൽ ആണെങ്കിൽ. ചെയർമാൻ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം പറഞ്ഞു, സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 3, ദ ചെയർമാൻ ആൻഡ് എവരി അതർ മെമ്പർ ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ എ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് കൺസേൺഡ് സ്റ്റേറ്റിലെ ഗവർണർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, ആഫ്റ്റർ കൺസൾട്ടിംഗ് വിത്ത് ഗവർണേഴ്സ് ഓഫ് ദ കൺസേൺഡ് സ്റ്റേറ്റ്സ്. After consultation with the governors of the concerned state. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്, വേറെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. അപ്പോൾ ഈ കാര്യം തന്നെയാണ്. The chairman and every other member of a joint administrative tribunal shall, subject to the provisions of subsection 3 and subject to the terms of agreement between the participating state governments. ഇത് നമ്മൾ കുറച്ച് കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. എഗ്രിമെന്റ് ഉണ്ട്, ഈ പറയുന്ന ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ അതിൽ എത്ര പേരാണ് ഒരു സംസ്ഥാനം, എത്ര മെമ്പേഴ്സ് ഒരു സംസ്ഥാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചെയർമാൻ ഏത് സംസ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു കണ്ടീഷൻസിന്റെ ബേസിസിലൊക്കെയാണ് ഈ പറയുന്ന ചെയർമാനെയും മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സെക്ഷൻ 6 ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിഫിക്കേഷൻസ് ആയിരുന്നു, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സെക്ഷൻ 6. ഇനി അടുത്ത സെക്ഷൻ 7ലേക്ക് നമുക്ക് വരാം. Vice chairman to act as chairman or to discharge his functions in certain circumstances. ഈ വൈസ് ചെയർമാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പണിയാണ്. കാരണം വൈസ് ചെയർമാൻ മരിച്ചു പോയാലും പണിയാണ്, ചെയർമാൻ പനി കാരണം ലീവ് എടുത്തിരുന്നാലും പുള്ളിക്ക് തന്നെയാണ് പണി. നമുക്ക് നോക്കാം.
ഇപ്പൊ ഏതെങ്കിലും ഒരു വേക്കൻസി, അതായത് ചെയർമാൻ എന്ന് പറയുന്ന ചെയർമാന്റെ പൊസിഷനിൽ വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ ചെയർമാന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ പറയുന്ന ഒന്നെങ്കിൽ വൈസ് ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ ചുമ്മാ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ആ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇറക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ടോപ്പ് ഗ്രാസിലുള്ള ഓഫീസേഴ്സ് അല്ലേ, അങ്ങനെ ചുമ്മാ ഒന്നും പറ്റത്തില്ല. ഈ പറയുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. In the event of occurrence of any vacancy in the office of the chairman by reason of his death, ഇപ്പോൾ ഒരു മരണം അല്ലെങ്കിൽ റെസിഗ്നേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ വേക്കൻസി വരുവാണെങ്കിൽ, ടെമ്പററി ആയിട്ടുള്ള ഒരു ഇതല്ല, വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ ഒരാൾ ഈ പറയുന്നതിൽ ഉള്ള നമ്മുടെ ഈ പറയുന്ന ട്രൈബ്യൂണലിലുള്ള ഒരു മെമ്പർ, അത് നമ്മുടെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കും. അത് അവർ തീരുമാനിച്ച് അവർ നോട്ടിഫിക്കേഷൻ വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പരിപാടി. Authorized in this behalf shall act as chairman. പുതിയ ചെയർമാൻ വരുന്നത് വരെ ഈ ഒരു വ്യക്തി ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോയിന്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ടു ഫിൽ സച്ച് വേക്കൻസി ആൻഡ് അപ്പോൺ ഹിസ് ഓഫീസ്. ഓക്കെ, ഇനി നമ്മുടെ ചെയർമാൻ താൽക്കാലികമായി എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രശ്നങ്ങളോ അങ്ങനെ കുറച്ച് ദിവസത്തെ ലീവാണ് എങ്കിലും, ലീവ് ആവുന്ന സാഹചര്യത്തിൽ വൈസ് ചെയർമാൻ ആണ് ചെയർമാന്റെ ചുമതലകൾ വഹിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. When the chairman is unable to discharge his functions owing to absence. ഇവിടെ ഡെത്ത് ഒന്നും ഇല്ല കേട്ടോ, ഡെത്ത് ഒക്കെ നേരത്തെ, അപ്പോഴാണ് വേക്കൻസി ഉണ്ടാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. Absence, illness or any other cause, the vice chairman or as the case may be such one of the vice chairman. ഇതെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വൈസ് ചെയർമാൻ ആവാം. നമ്മുടെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒക്കെ ഉണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ വൈസ് ചെയർമാനോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ, അത് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ചെയർമാനെ വൈസ് ചെയർമാനെ ആക്ടിംഗ് ചെയർമാൻ ആക്കും. By notification authorized in this behalf shall discharge the functions of chairman until the date on which chairman assumes his duties. ചെയർമാൻ തിരിച്ച് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് വരെ വൈസ് ചെയർമാൻ ആയിരിക്കും ആക്ടിംഗ് ചെയർമാൻ ആയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ വേക്കൻസി വരുന്ന സമയത്ത് ആര് വേണമെങ്കിലും ആവാം, മെമ്പർ ഉൾപ്പെടെയുള്ള ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇവിടെ ടെമ്പററി ആയിട്ടുള്ള വേക്കൻസി വരുമ്പോൾ വൈസ് ചെയർമാൻ ആണ്. ഇനി അടുത്ത സെക്ഷൻ 8 വരാം. ടേം ഓഫ് ഓഫീസ്. ടേം ഓഫ് ഓഫീസിൻ്റെ അകത്ത് നമുക്ക് 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, അവർ എത്ര കൊല്ലം, ഈ ചെയർമാൻ എത്ര കൊല്ലം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ, മെമ്പർമാർ എത്ര കൊല്ലം എത്ര വയസ്സ് വരെ, ഈ ഒരു 2 കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ചെയർമാൻ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുള്ള ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ് വരെ. 68 വയസ്സ് വരെ. 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ് വരെ. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ചെയർമാൻ ഷാൽ ഹോൾഡ് ഓഫീസ് ആസ് സച്ച് ഫോർ എ ടേം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 5 വർഷം, അതായത് അദ്ദേഹം ഓഫീസിൽ എൻ്റർ ചെയ്ത ആ ഒരു സമയം മുതൽ 5 വർഷം, അദ്ദേഹം ചാർജ് എടുത്ത 5 വർഷം. പ്രൊവൈഡഡ് ദാറ്റ് നോ ചെയർമാൻ ഷാൽ ഹോൾഡ് ഓഫീസ് ആസ് സച്ച് ആഫ്റ്റർ ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 68 years. ഏതാണോ ആദ്യം അങ്ങനെയാണ്. അതെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ. ഇനി അടുത്ത മെമ്പർമാരുടെ കാര്യമാണെങ്കിലും ഇതേപോലെ തന്നെ 5 വർഷമാണ് അവരുടെ കാലാവധി. അതേപോലെ തന്നെ 65 വയസ്സ് വരെ. ചെയർമാന്റെ കേസ് വരുന്നത് 68, മെമ്പറിന്റെ കേസ് 65 വരെ. പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ, ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈ മെമ്പർമാർക്ക് ഈ 5 വർഷം, ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് വീണ്ടുമെങ്കിൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ 65 വയസ്സ് കഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ചെയർമാൻ 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ്, മെമ്പേഴ്സിന്റെ കാര്യം വരുന്ന സമയത്ത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഓൾസോ 5 വർഷം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 5 വർഷത്തേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. A member shall hold office as such for a term of 5 years from the date on which he enters upon his office, extendable by ഒരു കാര്യം, 1 more term. 5 വർഷത്തേക്ക് ഒരു ടേമും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 10 വർഷം ഇരിക്കുക അല്ലേ. Provided that no member shall hold office as such after he has attained the age of 65 years. 65 വയസ്സ് കഴിഞ്ഞ് ഇരുത്തത്തില്ല എന്തായാലും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവന്റെ മറ്റ് സർവീസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ജഡ്ജിന് ഇക്വലന്റ് ആവും. മറ്റ് സർവീസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ജഡ്ജിന് ഇക്വലന്റ് ആയിരിക്കും. പിന്നെ സർക്കാരിന് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. സാലറി അലവൻസ് ഈ കാര്യങ്ങളൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത്.
ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് ഇക്വലന്റ് ആണ് എന്നുള്ള ഒരു കാര്യം വരുന്നില്ല, സർക്കാർ തീരുമാനിക്കും. ഓക്കെ, the conditions of service of chairman and members shall be same as applicable to judges of high court. Okay, അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ 9 നമുക്ക് പോകാം. സെക്ഷൻ 9 റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ. ആരുടെ മുൻപാകെ ആയിരിക്കും അല്ലെങ്കിൽ ആർക്ക് അഡ്രസ് ചെയ്തായിരിക്കും ഇവരുടെ റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത്? ആർക്കായിരിക്കും? നമ്മുടെ ചെയർമാനും മെമ്പേഴ്സും. ഇവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാ? ഞാൻ പറഞ്ഞായിരുന്നു, സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും ഒക്കെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് റെസിഗ്നേഷൻ അഡ്രസ് ചെയ്യുന്നതും ഇന്ത്യൻ പ്രസിഡന്റിനായിരിക്കണ്ടേ? അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഇവര് റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത്. ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് മേ ബൈ നോട്ടീസ് ഇൻ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ദ പ്രസിഡന്റ് റിസൈൻ ഫ്രം ഓഫീസ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇവർക്ക് പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യണമെങ്കിൽ രാഷ്ട്രപതി സമ്മതിക്കണം. ചുമ്മാ അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. റെസിഗ്നേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. പോണമെങ്കിൽ പ്രസിഡന്റ് സമ്മതിക്കണം, ഉടനെ ഇറങ്ങി പോകണമെങ്കിൽ. അല്ല എങ്കിൽ ഒരു 3 മാസം കൂടെ, അല്ലെങ്കിൽ ഈ ചെയർമാന്റെയോ മെമ്പറിന്റെയോ കാലാവധി തീരുന്നത് വരെ, ഒന്നെങ്കിൽ 3 മാസം കൂടെ, അല്ലെങ്കിൽ ആ ഒരു ചെയർമാന്റെയോ മെമ്പറിന്റെയോ കാലാവധി തീരുന്നത് വരെ, അല്ലെങ്കിൽ പുതിയ ഒരു ചെയർമാൻ അല്ലെങ്കിൽ പുതിയൊരു മെമ്പർ പുതുതായി ചുമതല എടുക്കുന്നത് വരെ. ആ ഒരു ഈ പറയുന്ന 3 കണ്ടീഷൻസ്, ഈ 3 കണ്ടീഷൻസിൽ ഏതാണോ ആദ്യം ആ ഒരു കണ്ടീഷൻ ആവുന്നത് വരെ. അല്ല, നേരത്തെ പോകണമെങ്കിൽ പ്രസിഡന്റിന്റെ സാങ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഓർത്തുകൊള്ളുക. നല്ല നല്ല കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. നല്ല ആക്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളെ ഇതൊക്കെ എഴുതത്തുള്ളൂ. Chairman or other member may, by notice in writing under his hand addressed to the president, resign from his office, provided that the chairman or other member shall, unless he is permitted by the president, to relinquish his office sooner. വളരെ പെട്ടെന്ന് തന്നെ സൂണായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് റിലിങ്ക്വിഷ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന്റെ സാങ്ഷൻ വേണം. കണ്ടിന്യൂ ടു ഹോൾഡ് ഓഫീസ് അണ്ടിൽ ദ ഒന്നെങ്കിൽ 3 മാസം, അല്ലെങ്കിൽ ഈ ഒരു റെസിപ്റ്റിന്റെ കാലാവധി, അല്ലെങ്കിൽ പുതിയ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അടുത്തൊരാള് ചുമതല ഏൽക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഒരു ചെയർമാന്റെയോ മെമ്പറിന്റെയോ കാലാവധി തീരുന്നത് വരെയും തുടരണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സബ്സെക്ഷൻ 2 പോകാം. ഇനി ഇതിപ്പോ നമ്മൾ റെസിഗ്നേഷൻ അല്ലേ പറഞ്ഞത്, റിമൂവലിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ. റിമൂവലും കൂടെ വരുന്നില്ല ഇതിൽ. ഇനി അടുത്ത റിമൂവൽ ആണ് നോക്കണ്ടേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഇതേ കാരണങ്ങൾ കാരണം മാത്രമേ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും ഈ പറയുന്ന ചെയർമാനെയും മെമ്പർമാരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജ് അന്വേഷിച്ച് ആ ജഡ്ജ് റിപ്പോർട്ട് നൽകണം പ്രസിഡന്റിന്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെയർമാൻ ഓർ എനി അതർ മെമ്പർ ഷാൽ നോട്ട് ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് except by an order made by the president on the grounds of proved misbehavior or incapacity after an inquiry by a judge of the high court. Sorry, judge of the high court അല്ല, ഞാൻ ഹൈക്കോർട്ട് എന്നാ നേരത്തെ പറഞ്ഞ, സുപ്രീം കോർട്ടാണ്. ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് in which such chairman or other member had been informed of the charges. ഈ പറയുന്ന ആർക്കെതിരെയാണോ ഈ നടപടി വരുന്ന, ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ, അല്ലെങ്കിൽ മെമ്പർമാരാണെങ്കിൽ മെമ്പർ, അപ്പൊ അവരെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒരു ചാർജ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് നോട്ടീസ് നൽകണം. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഭാഗം കേൾക്കുകയും വേണം കേട്ടോ. എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഹൈക്കോട്ടെന്ന് ഞാൻ പറഞ്ഞ ഹൈക്കോട്ടല്ല, സുപ്രീം കോർട്ട്. അത് ഈ പറയുന്ന റിമൂവലിനൊക്കെ സുപ്രീം കോർട്ട് തന്നെയാണ്, ഹൈക്കോർട്ട് വരുന്നില്ല. റിമൂവൽ, ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് പോലെയൊക്കെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇതേപോലെ നമ്മൾ വേറെയും 1-2 കമ്മീഷൻസിൽ പഠിച്ചായിരുന്നു. അതും ഒക്കെ ഇതേപോലെ തന്നെ ഈ ആൾക്കാരെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കോടതിയുടെ ഒരു റിപ്പോർട്ട് തേടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഇതേപോലെ നമ്മുടെ സുപ്രീം കോർട്ടാണ്, ഹൈക്കോർട്ട് വരുന്നില്ല.
സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ റൂൾസ് റെഗുലേറ്റ് ദ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഈ ഇൻവെസ്റ്റിഗേഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട റൂൾസും കാര്യങ്ങളും ഒക്കെ ഫ്രെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ റൂൾസ് റെഗുലേറ്റ് ദ പ്രൊസീജിയർ ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദ ചെയർമാൻ ഓർ എനി അതർ മെമ്പർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 10ലേക്ക് കിടക്കാം. സെക്ഷൻ 10ലേക്ക് കടക്കാം. സാലറി ആൻഡ് അലവൻസസ് ആൻഡ് അതർ ടേംസ് ഓഫ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. അപ്പൊ ഇവരുടെ സാലറി ആരാ തീരുമാനിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു, ഇവരുടെ സാലറി തീരുമാനിക്കുന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല, സർക്കാരാണ് തീരുമാനിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. സാലറി ആൻഡ് അലവൻസസ് പേയബിൾ ടു ആൻഡ് അതർ ടേംസ് ഓഫ് കണ്ടീഷൻ ഓഫ് സർവീസ് ഇൻക്ലൂഡിംഗ് pension, gratuity and other retirement benefits of chairman and other members shall be as prescribed by the central government. അല്ലാതെ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിന് ഇക്വലന്റ് ആയിട്ടൊന്നും പറയുന്നില്ല, അത് ഓർത്ത് വെച്ചേക്കുക. കാരണം ഇവരുടെ ക്വാളിഫിക്കേഷൻസിൽ ഹൈക്കോടതി ജഡ്ജ് എന്നൊക്കെയാണ് ഫസ്റ്റ് വരുന്നത് എങ്കിലും ഒരിക്കലും ഇവരുടെ സാലറി അലവൻസും മറ്റ് സർവീസ് സാലറി അലവൻസ് ഇവർക്ക് വരുന്ന അല്ലെങ്കിൽ പെൻഷൻ, ഗ്രാറ്റുവിറ്റി ഇതൊന്നും ഹൈക്കോടതി ജഡ്ജിന് ഇക്വലന്റ് അങ്ങനെയൊന്നും അല്ല പറയുന്ന, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ സർവീസ് കയറിയതിന് ശേഷം, ഈ പറയുന്ന ആൾക്കാർ സർവീസിൽ കയറിയതിന് ശേഷം ഇവർക്ക് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ ഒരിക്കലും ഈ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ കുറയ്ക്കാൻ പറ്റത്തില്ല. ഈ ചെയർമാൻ അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ സാലറിയോ അലവൻസുകളോ മറ്റ് കാര്യങ്ങളൊന്നും ഇവർക്ക് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിന് മാറ്റാൻ സാധിക്കുകയില്ല. പ്രൊവൈഡഡ് ദാറ്റ് neither the salary or allowances and the allowances nor the other terms of conditions of service of the chairman and other members shall be varied to his disadvantage after his appointment. അതായത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ ഇതേ കാര്യം തന്നെ വരുന്നുണ്ട്. സെക്ഷൻ 11 provision as to be holding of office by chairman etc. on ceasing to be such chairman etc. കാലാവധി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ, ആ ഒരു കാര്യമാണ് ഇനി പറയുന്നത്. അതായത് ഈ പറയുന്ന ചെയർമാൻ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സ് ഇവരുടെയൊക്കെ സർവീസ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവരെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ഇവർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണേ. അപ്പം നമുക്ക് ആദ്യം ചെയർമാൻ്റെ കാര്യം. ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ടെനർ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ടെനർ കഴിഞ്ഞ ഒരു വ്യക്തിയെ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ യാതൊരു പദവികളിലും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല. ഓൾസോ ഈ ഒരു വ്യക്തി, ഇപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം, അല്ല എങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തി, അതായത് ചെയർമാനായി ടെനർ കഴിഞ്ഞ ഒരു വ്യക്തി, ചെയർമാനായി ടെനർ പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ കീഴിലോ ഉള്ള ഒരു എംപ്ലോയ്മെന്റിനും വഹിക്കാൻ സാധിക്കത്തില്ല, ഇനെലിജിബിൾ ആണോ. അതാണ് ചെയർമാന്റെ കേസ്. ഇനി ഒരു സ്റ്റേറ്റ്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാന്റെ കേസാണ് ആദ്യം പറഞ്ഞ, ഓർത്ത് വെച്ചോളുക, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇനി സ്റ്റേറ്റിന്റെ വരുമ്പോൾ കുറച്ചധികം വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനായി സേവനം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ മെമ്പറോ ചെയർമാനോ അല്ലെങ്കിൽ മറ്റ് ട്രൈബ്യൂണൽസ് ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയും സേവനം വഹിക്കാൻ പറ്റും. The chairman of a state administrative tribunal or a joint administrative tribunal shall, subject to other provisions of this act, be eligible. നേരത്തെ അവിടെ ineligible, ഇവിടെ eligible for appointment as chairman അല്ലെങ്കിൽ member of central administrative tribunal. അല്ല എങ്കിൽ chairman of any other state administrative tribunal ഓർ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഓക്കെ ആണേ. പക്ഷെ മറ്റ് ജോലികൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് നോട്ട് ഫോർ എനി അതർ എംപ്ലോയ്മെന്റ് ഐദർ അണ്ടർ ദ കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഇത് മൊത്തമായിട്ടൊന്ന് പറയാം. നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലോ അല്ലെങ്കിൽ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലോ ചെയർമാനായി സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിക്ക് പിന്നീട്
സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ മെമ്പറോ ചെയർമാനോ ആകാൻ സാധിക്കും. അത് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയോ ചെയർമാനായി സേവനം അനുഷ്ഠിക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ മറ്റ് പദവികളൊന്നും ഇദ്ദേഹത്തിന് വഹിക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ചെയർമാൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത മെമ്പറിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ മെമ്പർമാരുടെ കേസ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയാം, മെമ്പറായി സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ചെയർമാനായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. എ മെമ്പർ അതർ ദാൻ ദ ചെയർമാൻ ഓഫ് എനി ട്രൈബ്യൂണൽ ഷാൽ, subject to other provisions of this act, be eligible for appointment as chairman of such tribunal. ഒന്നെങ്കിൽ അതേ ട്രൈബ്യൂണലിന്റെ തന്നെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ല എങ്കിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഓർ അതർ മെമ്പർ ഓഫ് എനി അതർ ട്രൈബ്യൂണൽ, വേറെ ഏതെങ്കിലും ഒരു ട്രൈബ്യൂണലിലെ ചെയർമാനോ വൈസ് ചെയർമാനോ മെമ്പറോ ഒക്കെ ആകാവുന്നതാണ്. ബട്ട് നോട്ട് ഫോർ, പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ശമ്പളം കൈപ്പറ്റുന്ന മറ്റ് യാതൊരുവിധ പദവികളും വഹിക്കാൻ പറ്റില്ല. ദ ചെയർമാൻ ഓർ അതർ മെമ്പർ ഷാൽ നോട്ട് അപ്പിയർ. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത ഈ എഫ് എന്ന് പറയുന്നത്. അതിലെന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ട്രൈബ്യൂണലിൻ്റെ ചെയർമാനോ മെമ്പറായിട്ട് വരുന്നു. ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ടേം ശേഷമാണ് അത് ശരിക്കും വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസിന് ശേഷം പിന്നീട് ഒരു കാരണവശാലും ഈ ഒരു ട്രൈബ്യൂണലിന്റെ മുൻപാകെ ഒരു വാദിക്കാനോ അപ്പിയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലീഡ് ചെയ്യാനോ ഒന്നും വരാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തി വന്നാൽ അതൊരു ഇൻഫ്ലുവൻസ് അല്ലേ, അതൊരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നത്. ദ ചെയർമാൻ ഓർ അതർ മെമ്പേഴ്സ് ഷാൽ നോട്ട് അപ്പിയർ, ആക്ട് ഓർ പ്ലീഡ് ബിഫോർ എനി ട്രൈബ്യൂണൽ ഓഫ് വിച്ച് ഹി വാസ് ദ ചെയർമാൻ ഓർ അതർ മെമ്പർ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 12ലേക്ക് വരാം. സെക്ഷൻ 12 ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ ചെയർമാൻ ആണ്. ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ ചെയർമാൻ. The chairman shall exercise such financial and administrative powers of the benches as may be vested in him under the rules made by the appropriate government. അപ്പോൾ ഈ പറയുന്ന ബെഞ്ചസിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് നമ്മുടെ ചെയർമാൻ ആണുള്ളത്. Appropriate government may designate one or more members to be the vice chairman or as the case may be vice chairman thereof, and the members so designated shall exercise such powers and perform such as the functions of the chairman as may be delegated to him by the chairman by a general or specific order in writing. അതായത് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിൽ ഒന്നോ അതിലേറെയോ മെമ്പേഴ്സിനെ വൈസ് ചെയർമാൻ ആക്കാം. ഈ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന ചെയർമാൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യമാണ് സ്പെഷ്യൽ ഉത്തരവ് അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ ഒരു ജനറൽ ഓർഡർ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യമേ ഉള്ളൂ. ഇനി സെക്ഷൻ 13ലേക്ക് വരുന്ന സമയത്ത് സ്റ്റാഫ് ഓഫ് ദ ട്രൈബ്യൂണൽ. സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ട്രൈബ്യൂണലിലുള്ള ചെയർമാനും മെമ്പേഴ്സ് അല്ല, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാം PSC ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഗവർണറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പക്ഷേ ഇതേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുള്ള ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ്. ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിരുന്നു എങ്കിൽ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ദ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഷാൽ ഡിറ്റർമിൻ ദ നേച്ചർ ആൻഡ് കാറ്റഗറീസ്. അപ്പോൾ ഈ ഓഫീസേഴ്സിന്റെ കാറ്റഗറീസ്, അവരുടെ പോസ്റ്റ്, റാങ്ക്, സാലറി, സ്കിൽ ഓഫ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണ്. ആൻഡ് അതർ എംപ്ലോയീസ് റിക്വയർഡ് ടു അസിസ്റ്റ് എ ട്രൈബ്യൂണൽ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ട്രൈബ്യൂണൽ വിത്ത് സച്ച് ഓഫീസേഴ്സ്. എത്ര ഓഫീസേഴ്സിനെയാണ്, എത്ര എംപ്ലോയീസിനെയാണ് അല്ലെങ്കിൽ മറ്റെത്ര സ്റ്റാഫിനെയാണ് വേണ്ടത് എന്ന് സംസ്ഥാന സർക്കാരിന് തോന്നുന്ന അത്രയും സ്റ്റാഫിനെ ട്രൈബ്യൂണലുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം അത്രയും സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, the officers and other employees of a tribunal shall discharge their functions under the general superintendence of chairman. ഏതൊരു ട്രൈബ്യൂണൽ ആണെങ്കിലും ഏതൊരു കമ്മീഷൻ ആണെങ്കിലും ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ഒക്കെ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എല്ലാവരും തന്നെയും ആ ഒരു ബോഡിയുടെ ഹെഡ് എന്ന് പറയുമ്പോൾ ചെയർമാൻ ആണ്. ആ ഒരു ചെയർമാൻ്റെ സൂപ്പറിൻറ്റൻഡൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ കേസിലും അങ്ങനെ തന്നെയാണ്.
ഇനി ഈ പറയുന്ന സാലറി അലവൻസ് ഈ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ എന്നല്ല അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. സാലറീസ് ആൻഡ് അലവൻസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ ട്രൈബ്യൂണൽ ഷാൽ ബി സച്ച് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ റൂൾസ് മെയ്ഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 1 പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. താങ്ക് യു.